ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ഒരാളാണ്. തിരിച്ചു കാണിച്ചെടുത്തു. ഇന്നത്തേക്ക് എന്ന് വെച്ചാൽ മാർച്ച് വരുമ്പോഴേക്കും ഒരു 2 വർഷം തികയാണ്. വെക്കാൻ പോവാണ്. അടിപൊളി സാധനമാണ്. നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞ് കാണിച്ചു തരാം. കണ്ണൊക്കെ ചോന്നിരിക്കുന്നില്ല. ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബലേനോ എടുത്തിട്ട് ഈ ഇന്നത്തേക്ക് എന്ന് വെച്ചാൽ മാർച്ച് വരുമ്പോഴേക്കും ഒരു 2 വർഷം തികയാണ്. നമുക്ക് വണ്ടിക്കകത്ത് നമ്മൾ ആക്സസറീസും കാര്യങ്ങളൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു, കാരണം നമുക്ക് സമയമൊന്നും കിട്ടിയില്ല. അപ്പോൾ എന്തായാലും ഈ 2 വർഷം തികയുന്ന ഈ സമയത്ത് നമുക്ക് വണ്ടിക്കകത്ത് നമ്മുടെ ആക്സസറീസും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തേക്കാമെന്നാണ് ഗൈസ് വിചാരിക്കുന്നത്, അല്ലേ സാർ? അതെ. എന്താ പറയാനുള്ള സാർ? എനിക്കെന്താ പറയാ, നമ്മള് വണ്ടി എടുത്തിട്ട് ഇതുവരെ ഇത് വെച്ചിട്ടില്ലായിരുന്നു, കാർ സ്റ്റീരിയോ വെച്ചിട്ടില്ലായിരുന്നു. നമ്മള് വെക്കാൻ പോവാണ്. അടിപൊളി സാധനമാണ്. നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞ് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് വണ്ടിയിൽ ആക്സസറീസ് കയറ്റാൻ പോകുന്നത് നമ്മുടെ ആലപ്പുഴയിലെ ക്യൂബിക്സ് എന്ന് പറയുന്ന, അല്ലേ ഗൈസ്? നമ്മളിപ്പോൾ വന്നിരിക്കുന്ന മറ്റേ ഇതില്ലേ, ക്യൂബിക്സ് കസ്റ്റം വർക്ക്സ് എന്ന് പറഞ്ഞാൽ ഇതെവിടെയാണ്? സ്ഥലം എവിടെയായിരുന്നു? മറ്റേ തോണ്ടംകുളങ്ങരയിൽ ഉള്ള സ്ഥലത്താണ് വന്നിരിക്കുന്നത്. തോണ്ടംകുളങ്ങര അല്ല, ഇന്ദിരാ ജംഗ്ഷൻ്റെ അവിടെ ഉള്ള. അപ്പോൾ നമ്മൾ കാറിനകത്ത് മറ്റേ ഓൺഗിയോടെ ഹെഡ് യൂണിറ്റാണ് വയ്ക്കുന്നത്. ഇത് 360 സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആൻഡ്രോയിഡ് സിസ്റ്റമാണ്. ഇനി ഏണ്ടൊരു എത്രായിരം രൂപ വരുന്നുണ്ട്? 10, 20, 20, 22,000 റേഞ്ച് വരുന്നുണ്ട്. 22,000 വരുന്നുണ്ടല്ലേ? 360 സപ്പോർട്ടുള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഹെഡ് യൂണിറ്റ്. ആൻഡ്രോയിഡ് ആണ്, 360 സപ്പോർട്ട് ചെയ്യുക. പിന്നെ സ്പീക്കർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് 2 JBLന്റെ സ്റ്റേജിന്റെ കോമ്പോണന്റും സ്റ്റേജ് 2 സ്റ്റേജ് 2ന്റെ കോമ്പോണന്റ് ഉണ്ട്. അതുപോലെ 65 CF-ഉം പിന്നെ അതുപോലെ തന്നെ നമുക്ക് കൊയാക്സിൽ ബാക്കിലത്തെ ഡോറിൽ ഫിറ്റ് ചെയ്യാനായിട്ടുള്ള കൊയാക്സിലും ഉണ്ട്. രണ്ടും ഒരേ കോംബോ ആണല്ലേ, ഒരേ സെഗ്മെന്റിൽ പെട്ട 2 പെയർ 65F-ഉം 65 CF-ഉം. അതെ, ഈ 2 സാധനങ്ങൾ നമ്മൾ 4 ഡോറിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നക്കാമിച്ചി എന്ന് പറഞ്ഞ കമ്പനിയുടെ 360 ക്യാമറ ആണ്. ഇപ്പോൾ ഇത് നമ്മുടെ ഇവിടുത്തെ കടയിലെ ചേട്ടൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിലെ ബെസ്റ്റ്, നല്ല ക്വാളിറ്റി ഉള്ള, അല്ലേ, HD അല്ലേ, HD ക്വാളിറ്റിയിലുള്ള ക്യാമറയാണ് മാർക്കറ്റിൽ ഇപ്പം കിട്ടാവുന്ന ക്യാമറ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതിലും കുറഞ്ഞൊരു ക്യാമറ സെറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പം നമ്മളൊരു സാധനം ഫിറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു പ്രയോജനം ഉണ്ടാവണമല്ലോ, ഒരു ഗുണം ഉണ്ടാവണം. 4 ഡോർ പറയുന്ന പോലെ 4 സ്ഥലത്ത് ക്യാമറ ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല നമുക്ക്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും അതുകൊണ്ട് നമുക്കൊരു പ്രയോജനം ഉണ്ടാവണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ആ കുറച്ച് കുറഞ്ഞ ക്യാമറ മാറ്റിയിട്ട് നമ്മുടെ പ്ലാനിൽ നിന്ന് കുറച്ചുകൂടി കൂടിയ, അല്ലേ, മാർക്കറ്റിൽ ഇപ്പോൾ കിട്ടാവുന്നതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ക്യാമറ തന്നെയാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇനി കാണാം. ഇപ്പോൾ ഇവിടെ ആൾ വന്നിട്ടില്ല, ഇപ്പോൾ കട തുറന്നിട്ടേ ഉള്ളൂ. രാവിലെ ഒരു 10 മണി കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പിള്ളേരിവിടെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പം നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഒരു അഴിക്കുന്നതേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ കാണാനാണ്. അതെ, സ്പീക്കറൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കമ്പനി സെറ്റ് ചെയ്തായിരുന്നു, ഒരു തുള മാത്രമേ ഉള്ളായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മുടെ ബലേനോ ബേസ് വേരിയൻറ്റിൽ കമ്പനി നമുക്ക് തരുന്നിരിക്കുന്ന ഒരു സാധനമാണ്, ഒരു തുള. ഇവിടെ എന്തെങ്കിലും മറ്റേ പൈസ ചില്ലറയൊക്കെ ഇട്ട് വയ്ക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനകത്തുള്ള പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ നിലവിൽ ഇപ്പോൾ ഞാൻ പാട്ടും കേട്ട് അങ്ങനെ ലോങ് ഡ്രൈവ് പോകുക അങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ വണ്ടിക്കകത്തോട്ട് കയറുന്നവർ ആദ്യം കാണുന്ന ഈ സംഭവമാണ്. ഇവന്മാർ ഇത് കണ്ടു കഴിയുമ്പോൾ തന്നെ പറയും, എന്തുവാണ് ഇവിടെ തോള, ഇതിനകത്ത് മറ്റേ സിസ്റ്റം ഒന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ എപ്പോഴും കളിയാക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു താല്പര്യം അല്ല, ഇപ്പോൾ ഇതിനകത്ത് വണ്ടിക്കകത്ത് കയറുന്നവരുടെ ഒരു താല്പര്യത്തിൻ്റെ പുറത്താണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. എനിക്ക് മേലെ ഇനി തെറി കേൾക്കാനായിട്ട്. ഇവിടെ ഒരു സ്പീക്കർ ഫിറ്റ് ചെയ്യാനുള്ള സ്ഥലമെല്ലാം അഴിച്ചിട്ടുണ്ട്. അപ്പുറത്തെ ഡോറ് അഴിക്കുന്നു. ഇതൊക്കെ കമ്പനി തന്നിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന കേസ്, അല്ലേ സാർ? അതെ, നമ്മളെ കമ്പനി ഇതൊക്കെ നമുക്ക് തന്നിരുന്നെങ്കിൽ നമ്മളിങ്ങനെ കഷ്ടപ്പെടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. വാട്ടേജൊക്കെ കുറഞ്ഞ സ്പീക്കറല്ല, പേപ്പർ കോയിൽ, പേപ്പറിൻ്റെ ഒക്കെ സ്പീക്കറല്ല. ഈ കാറിനകത്തൊക്കെ ഇപ്പോൾ ആരുടെ ഇരുന്ന് ഈ പാട്ടൊക്കെ കേൾക്കാൻ പോണത്? നമ്മൾ ലോങ് ഡ്രൈവ് ഒന്നും പോകുന്നില്ല, ഇങ്ങോട്ട് മാറിയില്ല വെയിലവിടെ. അപ്പോൾ ഇപ്പുറത്തെ ഡോറും കൂടി നമ്മൾ അഴിക്കുക കേട്ടോ.
കൊള്ളാല്ലേ? ഞാൻ പറയണം. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയിലേക്ക് മറ്റേ ആ നിലവിലുണ്ടായിരുന്ന സാധനം കൂടിക്കളഞ്ഞു. ഇനിയിപ്പം ഓൺജിയോടെ ഹെഡ് നമ്മൾ ആദ്യം കാണിച്ചു തന്നില്ലായിരുന്നു. അത് ഇൻസ്റ്റോൾ ചെയ്യുക, ഒന്ന് പോയി അങ്ങനെ ഉണ്ടോ ഇതൊന്ന് കാണിച്ചു കൊടുത്താൽ നമ്മുടെ പിള്ളേരെ. നമ്മുടെ മറ്റേ ഡെറ്റ് എടുത്ത് മാറ്റിയിട്ട് ഓൺഗിയുടെ 1530 എന്ന് പറഞ്ഞു 360 സപ്പോർട്ടുള്ള ഇത് വെച്ചിട്ടുണ്ട്. കൊള്ളാല്ലേ? നമ്മൾ നമ്മുടെ ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മൾ വണ്ടിയിലേക്ക് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് സ്പീക്കറിലോട്ട് കണക്ഷനൊക്കെ കൊടുക്കണം. കൊള്ളാമല്ലോ ഡൈസേ? എനിക്ക് മേലെ നമ്മളിനി പൊളിക്കും. നമ്മൾ ഓൺഗിയ കേട്ടോ. ഇത് മറ്റേ ഇതാണോ സ്ക്രീനൊക്കെ എങ്ങനെയാണ് വരുന്നത്? സ്ക്രീന് 9 ഇഞ്ചാണ്. അല്ല, IPS ആണ്. എങ്ങനെ ഇതിൻ്റെ IPS പാനൽ? IPS ക്ലാരിറ്റി ഉണ്ടാവും അല്ലേ? പിന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഹെഡ് യൂണിറ്റ് വണ്ടിയിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇനി സ്പീക്കർ ഫിറ്റ് ചെയ്യാനുണ്ട്. അതിൻ്റെ സ്പേസറും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കിയത് സ്പേസറൊക്കെ ഫിറ്റ് ചെയ്തിട്ടിരിക്കുക. ഇനിയിപ്പോൾ നേരെ സ്പീക്കർ അങ്ങോട്ട് 4 ഡോറിലങ്ങോട്ട് ഫിറ്റ് ചെയ്യുക. ക്യാമറ മറ്റേ 360 ക്യാമറയും കൂടി ഫിറ്റ് ചെയ്തൊന്ന് അതൊന്ന് കാലിബ്രേറ്റ് ചെയ്തിട്ട് കാലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. ഓക്കെ. എന്താ പറയുക, നമ്മൾ തകർക്കാൻ പോകുന്ന സാധനം ഇത് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അറിയാൻ എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇതിൻ്റെ ഔട്ട്പുട്ട് കാണാം. അവിടെ നമ്മുടെ കോമ്പോണന്റ് സ്പീക്കറില്ലേ, അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന നെറ്റ്വർക്കാണ് ഇത്. മുമ്പ് എനിക്ക് തോന്നുന്നു ഇച്ചിരി വലുതായിരുന്നു തോന്നുന്നു അല്ലേ? ഇത് ചെറുതാക്കി കുറച്ച് കോമ്പാക്റ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. കണ്ടോ, അകത്ത് സ്പീക്കർ കോമ്പണന്റ് ഫിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ സ്പീക്കർ ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്യുന്നില്ല, ഈ ഡോറിൽ സ്പീക്കർ ഫിറ്റ് ചെയ്യാൻ നേരം നമ്മളൊരു എന്താ അതിന് പേരെന്താ പറയുന്നത്? അങ്ങനെ സാധനം കൂടി ഫിറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. പക്ഷേ നമ്മൾ ഈ വാഷൊക്കെ ചെയ്യാൻ നേരം വെള്ളം നേരെ സ്പീക്കറിലേക്ക് വന്ന് വീഴും. അത് വീഴാതിരിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ഒരു ഇതുപോലെ സാധനം കൂടി വെച്ചിട്ട് സ്പേസർ വെച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു കൂടി വെച്ചിട്ടാണ് സ്പീക്കറിനകത്ത് പിടിക്കുന്നത്. അപ്പോൾ ഈ വെള്ളം നേരെ മേളിൽ നിന്ന് വരുന്ന വെള്ളം ഇതിനകത്തോട്ട് വീഴത്തില്ല, ആ സ്പീക്കറിലോട്ട് വീഴത്തില്ല. ഓക്കെ. കോമ്പോണന്റ് കോമ്പണന്റ് മാത്രം കേൾക്കുകയാണ്, ഹീറ്റർ വെച്ചിട്ടില്ല.
Hey pretty baby, am I in your way? 'Cause you walked out so fast yesterday. No, I don't think you're here to stay. No, I don't think you're here to stay. So tell me what you want, tell me how you want it. Tell me all the reasons that you're running away. I don't think you're here to stay. No, I don't think you're here to stay. दीवाना हुआ ये दुनिया पागल बुलाती है अब सो नजर क्या ही देखूं तुम्हें जाने आशिक को एक അപ്പോൾ നമ്മൾ 2 മണിയോടുകൂടി ആദ്യത്തെ ഫസ്റ്റ് പരിപാടികളൊക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തായിരുന്നു. നമ്മൾ ആ സ്പീക്കർ നമ്മുടെ മോണിറ്ററൊക്കെ ഫിറ്റ് ചെയ്തു, പിന്നെ സിസ്റ്റം ഫിറ്റ് ചെയ്തു, പിന്നെ സ്പീക്കർ ഫിറ്റ് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ അവർ ഡോർ പാനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ഇനി ക്യാമറ പിന്നെ ഈ പറയുന്ന മറ്റ് സിസ്റ്റവും കാര്യങ്ങളെല്ലാം എല്ലാം ഒന്ന് കാലിബർ ചെയ്യാനുണ്ട്. അതിൻ്റെ പരിപാടി ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ വെയിൽ കുറയാമെന്ന് കണ്ട പറയുന്നത് വെട്ടം മറ്റേ റിഫ്ലക്ഷൻ അടിച്ചു കഴിഞ്ഞാൽ കാലിബർ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ക്യാമറ കാലിബ്രേഷനും പിന്നെ സൗണ്ട് ടോൺ ഇൻ ചെയ്യണം അല്ലേ? അതെ, സൗണ്ടും കൂടി ഒന്ന് ട്യൂൺ ചെയ്ത് നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഈ ക്യാമറ കാലിബ്രേഷന് വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. കാരണം ഈ വെട്ടം അടിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുന്നത്. സൗണ്ട് ട്യൂണപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ അല്ലേ? സൗണ്ട് ട്യൂണപ്പ് പിന്നെ ക്യാമറ കാലിബ്രേഷൻ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുക, നോക്കി. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയുടെ ഫൈനൽ പരിപാടിയിലേക്ക് കടക്കുകയാണ്. ഇപ്പം ക്യാമറ കാലിബ്രേഷൻ അവർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, വെയിൽ വെട്ടം അധികം അടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ രാവിലെ തൊട്ട് ഇങ്ങനെ ഇതിൻ്റെ പുറകെ ഇങ്ങനെ ഒരു ദിവസം നമ്മുടെ പോയിരിക്കുകയാണ്. നമ്മൾ രാവിലെ 9 മണിക്ക് വന്ന ഇപ്പം നിലവിൽ ഒരു 5:30 ആയിട്ടുണ്ട്. അപ്പം ഈ വെട്ടം പോയതിന് ശേഷമേ കാലിബ്രേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ നോക്കാം നമുക്ക്. വണ്ടി ഇപ്പോൾ അവിടെ അവർ റെഡിയാക്കി കിട്ടുന്നത്. നേരത്തെ ഒരു മാറ്റൊക്കെ വിരിച്ചിട്ടിട്ട് എന്തോ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തോ പരിപാടി ഉണ്ട്, എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയത്തില്ല. നമുക്ക് നോക്കാം. അജയ്സ്, എങ്ങനെയുണ്ട് നമ്മുടെ വണ്ടിയിൽ മ്യൂസിക് സിസ്റ്റം കയറ്റിയിട്ട്? എങ്ങനെയുണ്ട്? ഈ പ്രതീക്ഷ പോലെ വന്നോ?
റെക്കമെൻഡ് ചെയ്ത ഞാനല്ല എൻ്റെ സീരിയൽ നമ്പരും മോഡൽ നമ്പരൊക്കെ പറഞ്ഞു. ഓക്കെ. അല്ലെന്നേ നിനക്ക് പ്രതീക്ഷന് പക്ഷെ ഞാൻ ഫിറ്റ് ചെയ്ത തുടങ്ങിയപ്പോൾ എനിക്ക് അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നില്ല. പക്ഷെ ഇപ്പോൾ ഓക്കെ, ഞാൻ വിചാരിച്ചതിനെക്കാട്ട് അടിപൊളി. എനിക്ക് അകത്തിരുന്നപ്പോൾ നല്ല ഇടിയൊക്കെ ഉണ്ട്. എനിക്കറിയാം. ഞാൻ ആദ്യം ഓർത്ത് ഇടി പോരാന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതങ്ങനെ തന്നെ വരുത്തുള്ളൂ. അപ്പോൾ എന്തായാലും കുഴപ്പമില്ലല്ലോ, ഓക്കെയാണ് നമ്മള്. പക്ഷെ എനിക്ക് തോന്നുന്നു ഡാമ്പിംഗ് ഒക്കെ ചെയ്തിരുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നേനോ തോന്നല്ലേ. ഡാമ്പിംഗ് ചെയ്യാനാണ് 2 ദിവസം വേണമെന്ന് പറഞ്ഞു. ഇപ്പൊ തന്നെ നമ്മുടെ ഒരു ദിവസം ഇപ്പൊ തന്നെ ഒരു ദിവസം പോയി. ഡാമ്പിംഗ് ചെയ്യണം 2-3 ദിവസം പിടിക്കുമായിരിക്കും എല്ലാം കൂടെ. അതെ. അതെ, ഇവരിവിടെ നമ്മുടെ ക്യാമറ കാലിബ്രേഷൻ്റെ പരിപാടികളൊക്കെ ചെയ്യും. എനിക്കൊന്ന് ഈ വീൽ അലൈൻമെന്റ് ഒക്കെ ചെയ്യുന്ന അതേ ഒരു എന്തോ പോലെയൊക്കെ തോന്നുന്നു അല്ലേ. അതും ഇതുപോലെ 4 ചില സംഭവം പോസ്റ്റാണ്. നമ്മൾ വണ്ടി കൊണ്ട് കൊടുത്തേച്ചിട്ട് പോകുന്നത് നല്ലത് അല്ലേ. ഇത് ചെയ്ത് തീരാൻ നോക്കി നിന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ എൻ്റെ പൊന്നളിയ. നമ്മുടെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ വമ്പം പോസ്റ്റാണ്. അല്ല പോസ്റ്റ് എന്നല്ല, നമ്മളെന്തായാലും ചെയ്ത് വരുമ്പോൾ താമസിക്കും. അപ്പം എന്തായാലും നമുക്ക് നോക്കാം അല്ലേ. ഓക്കെ. അപ്പം നമ്മൾ വണ്ടിയുടെ പരിപാടിയൊക്കെ നോക്കി നിന്ന് ക്ഷീണിച്ച് നോക്കാത്തേക്ക് ജ്യൂസ് കുടിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ജ്യൂസ് കുടിക്കാൻ പോവാണ്. അപ്പോൾ അവിടെ അവർ വണ്ടി കാലിബ്രേഷൻ ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങൾ ആ സമയം കൊണ്ട് രാവിലെ തൊട്ട് ഇങ്ങനെ നിൽക്കുമല്ലോ. ഉച്ചയ്ക്ക് കുറച്ച് പൊറോട്ട ഇറച്ചിയൊക്കെ കഴിച്ച് അങ്ങനെ കുറച്ച് തൽക്കാല ആശ്വാസത്തിലൊക്കെ നിൽക്കുമല്ലോ. അപ്പോൾ എന്തായാലും ദാഹിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അറേബ്യൻ ഷെയ്ക്ക് എന്ന് പറയാനായിട്ട് ജ്യൂസ് കടയാണെന്ന് പറഞ്ഞു. അവിടെ പോയി നമ്മൾ ജ്യൂസ് കുടിച്ചിട്ട്. അപ്പോൾ ഇതാണ് കേസ് അറേബ്യൻ ഷെയ്ക്ക് കഫേ. റോസാപ്പിയുണ്ട്. ഫ്രൂട്ട് ഷേക്ക് ജ്യൂസ്. ഞാൻ അവിടെ തന്നെ നിർത്താൻ മതിയടാ. കാണുന്നില്ല. ഇത് മേടിക്കും. മിക്സ് കോക്ടെയിൽ 100 രൂപ. മിക്സഡ് ജ്യൂസ് കോക്ടെയിൽ എടുക്കും. ഇതുള്ള പപ്പായ ആപ്പിൾ ബനാന മിക്സ്ഡ് കോക്ടെയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അല്ലേ ആര് പറഞ്ഞത്? ജെയ്സ് ഞാൻ പറഞ്ഞിട്ടില്ല. ജെയ്സിന് മിക്സ്ഡ് എത്ര 100 രൂപ. അപ്പോൾ നമ്മൾ റോസാപ്പിയുടെ നിർദ്ദേശപ്രകാരം ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞടാ, കോക്ടെയിലാണ് നമ്മൾ എടുക്കുന്നത്. 100 രൂപ. നീ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, ഇതാണ് ഗൈസ് നമ്മുടെ. ഇതിൻ്റെ പേരെന്തായിരുന്നു? മിക്സഡ് മൊജി എന്നാണ്. നല്ല ടേസ്റ്റ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഫിനിഷ് ചെയ്തിട്ട് നേരെ നമ്മൾ ഇവിടെ ഷോപ്പിലോട്ട് പോകാം അല്ലേ. അവരവിടെ എന്തായെന്ന് അറിയാൻ പറ്റില്ല, കാലിബ്രേഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ സൂപ്പർ. കൊള്ളായിരുന്നല്ലോടാ. കൊള്ളായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മിക്സഡ് ആയിരുന്നു അല്ലേ. മിക്സഡ് കോക്ടെയിലായിരുന്നു. കൊള്ളായിരുന്നു അല്ലേ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് ബാക്കി കാര്യം കാണിച്ചു തരാം ഗൈസ്. നമ്മുടെ 360 ക്യാമറ കാലിബ്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ മെത്തേഡ് ഇങ്ങനെയാണ് കണ്ടത്. 2 ഷീറ്റ് വിരിച്ചിട്ടിട്ട് അകത്ത് 2 ഷീറ്റ് ആദ്യം പിരിച്ചിടുക, എന്നിട്ട് അകത്ത് നിന്നിട്ട് കാലിബ്രേഷൻ ചെയ്യും. 360 ക്യാമറ കാലിബ്രേഷൻ ഗൈസ്. അപ്പോൾ നമ്മുടെ കാറിൻ്റെ പരിപാടികളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാം കാലിബ്രേറ്റ് ഒക്കെ ചെയ്ത് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അകത്ത് കയറിയിട്ട് നോക്കണം എങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ്. ഞങ്ങളൊന്ന് കണ്ടായിരുന്നു. ചേട്ടാ തോന്നേ ചേട്ടൻ രാവിലെ തൊട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ക്യാമറ. ഇവന്മാർ പോയില്ലേ. ഇതാണ് നമ്മുടെ ക്യൂബിക്സിൻ്റെ ഓണറാണ് ബിജോയ് ചേട്ടൻ. ചേട്ടനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമില്ല. ഇത് ചെറിയൊരു അഹങ്കാരമൊക്കെ ചേട്ടനുണ്ട്. ഉമ്മാര് ചോദിച്ചാൽ എല്ലാ രീതിയിലും എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്പെഷ്യലി എനിക്ക് എൻ്റെ ഫസ്റ്റ് ഡീലായിരുന്നു. എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടും അടിപൊളിയായിട്ടുണ്ട്. കാരണം നമ്മൾ കുറച്ച് ബഡ്ജറ്റ് ആദ്യം കുറച്ച് വലിയ റേഞ്ചൊക്കെ വെച്ച് വന്നെങ്കിലും പിന്നെ നമ്മുടെ ഒരു സാഹചര്യം വെച്ചിട്ട് ബഡ്ജറ്റ് കുറച്ചൊക്കെ ചെയ്തെങ്കിലും നമ്മൾ ആ മുടക്കിയ മുതലിനുള്ള അത് ചേട്ടൻ പറഞ്ഞായിരുന്നു. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ കുഴപ്പമില്ലെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എല്ലാവരും പിന്നെ നമുക്ക് കാണാം. ഇനി നമുക്ക് അപ്ഡേഷനൊക്കെ വരുമ്പോൾ നമ്മൾ എന്തായാലും ഫ്യൂച്ചറിൽ അപ്ഗ്രേഡ് വല്ലതും ചെയ്യുകയാണെങ്കിൽ അപ്ഡേറ്റ് പോലുള്ള കാർ എടുക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കി വന്ന് കയറിക്കോ, കുഴപ്പമില്ല. ചേട്ടൻ എല്ലാം സെറ്റ് ചെയ്ത് തന്നോളൂ. ഓക്കെ ശരി. നമുക്ക് നേരെ കയറിയിട്ട് നോക്കാം നമ്മുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട് നോക്കാം. താക്കോലുണ്ട്. നോക്കടാ ഓൻകിയോ. ഓ മോനെ പോളി. ഇത് നമ്മുടെ കാറല്ലല്ലോ, വേറെ ഏതോ കാറാണല്ലോ.
ഫ്രണ്ട് ഇത് മറ്റേ ഇതാണ്, ഗ്ലാൻസയാണ് ഗൈസ്, നമ്മുടെ ബലേനയാണല്ലോ ഗൈസ്. പക്ഷെ ഗ്ലാൻസയുടെ പടമാണ് വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ജെയ്സിൻ്റെ സജഷൻ ആയിരുന്നു ഇത്, ഈ ആൻഡ്രോയിഡ് സിസ്റ്റവും പിന്നെ മ്യൂസായിട്ട് JBL സ്പീക്കർ. അപ്പം ഞാൻ ആദ്യം ഇത് കയറ്റി തുടങ്ങിയപ്പോഴേക്കും എനിക്കൊരു ചെറിയൊരു ഡൗട്ട് തോന്നിയായിരുന്നു, എന്തോ ഒരു സൗണ്ട് ഔട്ട്പുട്ട് ഇത് മതിയോ എന്നൊക്കെ ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഫൈനൽ ഔട്ട്പുട്ട് അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആരാ സജസ്റ്റ് ചെയ്താറ്? ജെയ്സാപ്പി അല്ലേ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഗൈസ് നോക്ക് ഗൈസ് ദേ ഇവിടെ എല്ലാം ഉണ്ട്. ഇപ്പോൾ മുമ്പ് ഇവിടെ ഒരു തുള മാത്രമേ ഉള്ളത്, ഇപ്പോൾ എല്ലാമായി. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി അപ്ഡേഷനൊക്കെ വരുത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം വേണ്ട കാര്യം കുറച്ച് ലേറ്റായി പോയെങ്കിലും ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചെയ്യണമെന്നുള്ളതാണ് അല്ലേ? ബെറ്റർ ആയിട്ട് ചെയ്യുക. ഇതൊക്കെ എന്തോ റേറ്റാന്നറിയാം നിനക്ക്. അതെ, ഇപ്പോൾ വേറെ ഓവർ ടൈം പണിയെടുക്കേണ്ടി വരും. നമുക്കപ്പോൾ ഒരു പാട്ടിട്ട് നോക്കിയാൽ നമുക്ക് നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട്, ഇച്ചിരി ഇരുട്ടായി പോയി. എന്നാലും നമുക്ക് നോക്കാം എങ്ങനെ വർക്ക്. എടാ ഇത് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിസ്റ്റം ഇങ്ങനെ ഓഫാകത്തൊന്നും ഇല്ലല്ലേ? ഇല്ല. ഈ മറ്റേ നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ നേരം ഇത് ഓഫാകത്ത്, ഈ സ്ക്രീൻ ഓഫായി പോകത്തില്ലല്ലേ? ഇല്ല. അത് കൊള്ളാമല്ലോ. നമുക്ക് യൂട്യൂബിലൊരു പാട്ടിട്ട് നോക്കിയാലോ? Me gusta cuando me abusa, que en la cama con el palabreo me seduza, que se luce cuando me busca, la lucha, que con música sucia, pero no me llama para ver cuando llora. Una suerte de mí, yo nunca me voy, quiero más de mí, así papi, quiere más de mí. പക്ഷെ നമ്മൾ അപ്പോൾ യൂട്യൂബിലൊരു പാട്ട് പ്ലേ ചെയ്ത് നോക്കുവാണേ. വർക്കൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല, അടിപൊളി വർക്കാണ്. നമ്മൾ പുറത്തോട്ട് കേൾക്കുമല്ലോ, നമുക്ക് കാറിനകത്താണ് നമുക്ക് സൗണ്ട് കിട്ടേണ്ടത്. വേണ്ടടാ, കിട്ടണ പോലെയില്ല എന്നെ ഒട്ടക്കറ വണ്ടി. എടേ വെട്ടാവില്ലടാ. അപ്പൊ ശരി, ഔട്ടറാ പറഞ്ഞത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വണ്ടിക്കകത്ത് മ്യൂസിക് സിസ്റ്റം കയറ്റുക, ക്യാമറകളും കാര്യങ്ങളൊക്കെ കയറ്റുക. അപ്പോൾ അത്യാവശ്യം നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചായിരിക്കും. നീ മറ്റേ 5 സ്റ്റാർ മേടിച്ചില്ലേ? സിംഗിൾസിന് 5 സ്റ്റാർ അല്ലെന്ന്, സിംഗിൾസിന് വേണ്ടി 5 സ്റ്റാർ ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ. കണ്ണൊക്കെ ചുവന്നിരിക്കുന്നില്ല, എന്തോ ഉച്ചക്ക് എന്താ കഴിച്ചത്? ഉച്ചക്ക് എന്താ കഴിക്കേണ്ട അത് തന്നെ കഴിച്ചു. ഇതുകൊണ്ടായിരിക്കും, തീഷ്ണത കൊണ്ട് ചുവന്നൊന്നായിരിക്കും. അപ്പോൾ തന്നെ നമുക്ക് നോക്കാൻ വരാട്ടല്ലേ? ഇപ്പം മിക്സ്ഡ് കോക്ടെയിൽ, അതിനകത്ത് എന്തൊക്കെ എഴുതി വെച്ച് ചെയ്യുന്നൊക്കെ? പപ്പായ, ആപ്പിൾ, ഓറഞ്ച്. അതെ, 3-in-1 കോംബോയാണ്. എന്നിട്ട് നമുക്ക് അത് ടേസ്റ്റ് ചെയ്ത അഭിപ്രായം പറയുന്നത് ജഡ്ജി, നീ ടെസ്റ്ററാണ്. ടെസ്റ്ററല്ല, നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്യാൻ നമുക്ക് അഭിപ്രായം പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് അത് തുറക്കണ്ട, അത് അടച്ചു വെച്ച് തിക്കിലും തിരക്കിനോടൊക്കെ നമ്മളിങ്ങനെ ജീവിക്കുന്നതാണ്. തിക്കിലും തിരക്കിൽ ജീവിക്കാൻ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ജീവിക്കുന്നത്. റോഡിൻ്റെ സൈഡിലോ ട്രാഫിക്കിലോ അല്ല. ഇനി എത്ര നേരം കൂടി നിൽക്കണം അവിടെ? എവിടെ നമുക്ക് അത് പെട്ടെന്ന് വരും. നമുക്ക് പോയാൽ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. സജസ്റ്റ് ചെയ്താൽ ജെയ്സിൻ്റെ ഒരു സജഷനായിരുന്നു. പക്ഷെ എന്തായാലും വളരെ JBL അല്ലേ, JBL മോശമാണ്. ഇനിയിപ്പോൾ ഗേൾ ഫ്രണ്ടൊക്കെ ആയിട്ട് പാട്ടൊക്കെ ആയിട്ട് പോകല്ലോ. സിംഗിളാണോ? ചെറിയ ലുക്ക് വെച്ചിട്ട് ഞങ്ങൾ സിംഗിളായിട്ട് നടക്കുന്നത്. സിംഗിളായിട്ട് നടക്കുന്നതിന് പ്രത്യേകിച്ച് ക്ലാസ് വല്ലതും കിട്ടുന്നുണ്ട്. സിംഗിളായിട്ട് നടക്കുന്നതിന് എന്ത് ക്ലാസ് വരാണ്? ഞാൻ സിംഗിളല്ല, എനിക്ക് പ്രത്യേകിച്ച് ക്ലാസ് വേണ്ട ആവശ്യമില്ല. ഓർഗേസാണ് കട്ടിയുണ്ടോ?